ലാലേട്ടൻ വന്ന് എല്ലാവരും ലാലേട്ടനെ കണ്ട് എഴുന്നേൽക്കുന്നു. ലാലേട്ടൻ എല്ലാവരോടും ഇരിക്കുന്ന പറയുന്നത്. എന്നിട്ട് ലാലേട്ടൻ നിവിൻ നിവിൻ എന്താണ് പ്രശ്നമെന്ന് ആദ്യം തന്നെ ചോദിക്കുകയാണ്. അപ്പം നിവിൻ പറയുന്നു ഒന്നുമില്ല ലാലേട്ട, ഒന്നുമില്ലെന്നോ. അപ്പം ലാലേട്ടൻ പറയുന്നു അതെന്താ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. നിവിൻ തന്നെ പറയൂ എന്താണ് പ്രശ്നം, കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് വീട്ടിൽ നടന്നത് എന്ന് ചോദിക്കും. നിവിൻ പറയുന്ന അല്ല, അനിമോളുടെ ബെഡിൽ ഞാൻ വെള്ളം എടുത്തൊഴിച്ചു, പിന്നെ 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 കിച്ചണിൽ നടന്ന പ്രശ്നത്തിൽ ഞാൻ ഷാനവാസിക്കോട് ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറി. പക്ഷേ അത് ഇത്രയ്ക്കും വലിയൊരു പ്രോബ്ലം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ബിഗ് ബോസ് വാണിംഗ് തന്നു. അല്ലല്ല, നിവിൻ്റെ റിയാക്ഷനൊക്കെ വളരെ മോശമായിരുന്നു. ഭയങ്കര ആക്ടിങ് ആണ്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താണ് നിവിൻ്റെ പ്രശ്നം, എന്താണ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അതോ ഇതുകൊണ്ടൊരു പ്രത്യേകത നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ച് തരും. അത് കഴിഞ്ഞാൽ അത് വളരെ മോശമായൊരു കാര്യമാണ്. അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രേക്ഷകർ ഓക്കെ ആണെങ്കിലും ബിഗ് ബോസ് ഓക്കെ ആണെങ്കിലും എനിക്ക് പറ്റില്ല. ഇതെൻ്റെ സ്പേസാണ്, എനിക്ക് തീരുമാനം എടുക്കാം. നിവിനോട് അവിടെ ഇരിക്കാൻ പറയുന്നു ലാലേട്ടൻ. അനിമോൾ, എന്താണ് അനിമോളുടെ പ്രശ്നം? അനിമോളോട് ചോദിക്കുക ലാലേട്ടൻ. അനിമോൾ പറയുന്നത് ഞാൻ ടാസ്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഹെൽത്ത് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, ഞാൻ കിടക്കുകയായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആര്യൻ വന്ന് നോക്കി, അപ്പോഴാണ് നിവിൻ വരുന്നത്. നിവിൻ വന്നിട്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം എടുക്കാൻ ആര്യനോട് പറയുന്നു. അപ്പോൾ ആര്യൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അത് വെച്ച് നിവിൻ എൻ്റെ മുഖത്ത് കുടയുന്നു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നില്ല ലാലേട്ടാ. ഞാൻ എൻ്റെ ബോട്ടിലെ വെള്ളം എടുത്ത് നിവിൻ്റെ ദേഹത്ത് ഒഴിച്ച്. അപ്പം നിവിൻ കുറേ വെള്ളം കിച്ചണിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ ബെഡിൽ ഒഴിച്ച്. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി ലാലേട്ടാന്ന് പറയുന്നത്. അനിമോളുടെ സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് അയാൾ കുടഞ്ഞു, നിങ്ങളൊരു കുപ്പി വെള്ളം എടുത്ത് അയാളുടെ ദേഹത്ത് ഒഴിച്ചില്ലേ. എന്നാലും ഇവിടെ ഉള്ളവർ കുറച്ച് പേരത് കണ്ടിട്ടില്ലല്ലോ, നമുക്കതൊന്ന് കണ്ടു നോക്കാം, നിങ്ങൾ എന്താ കാണിച്ചതെന്ന് അറിയാമല്ലോ. അപ്പോൾ ലാലേട്ടൻ ആ വീഡിയോ ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ ഉണ്ടല്ലോ, ഒന്ന് പ്ലേ ചെയ്യുക, അവരൊന്ന് കാണട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നത്. ലാലേട്ടൻ അനിമോളുടെ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അനിമോൾ അവിടെ കിടക്കുന്നത്, ആര്യനോട് വെള്ളം എടുക്കാൻ പറയുന്നത്, വെള്ളം കുടയുന്നത്, അനിമോൾ തിരിച്ചൊഴിക്കുന്നത് എല്ലാം ലാലേട്ടൻ അത് വീഡിയോയിൽ കാണിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ആരും എന്താണ് പ്രതികരിക്കാഞ്ഞതെന്ന് അനിമോളോടാണ് ചോദിച്ചത്. അനിമോൾ പറഞ്ഞ് അതങ്ങനെയല്ല ലാലേട്ടൻ, ഇവിടെ ആരും അങ്ങനെ പ്രതികരിക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പം അനിമോളുടെ ഫ്രണ്ട്സും പ്രതികരിച്ചില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം അത് അവരെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മാത്രമേ അവർ പ്രതികരിക്കത്തുള്ളൂ എന്ന് അനിമോൾ പറയുന്നു. ആര്യനോട് വെള്ളം ഒഴിച്ചത് അത് ശരിയാണോ ആര്യനെന്ന് ചോദിച്ചപ്പം ആര്യൻ പറയുന്നത് ലാലേട്ട, അത് വെള്ളം ഒഴിച്ചത് ശരിയല്ല, വെള്ളം അങ്ങനെ ഒഴിച്ചത് തെറ്റാണ്. എന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ലല്ലോ അവിടെ പ്രതികരിച്ചത്, നിങ്ങളവിടെ കൈകൊട്ടി ഭയങ്കര സന്തോഷ പ്രകടനം നടത്തുമല്ലായിരുന്നു എന്ന് ചോദിക്കുന്നു ലാലേട്ടൻ. അതിൽ ലാലേട്ടൻ മുന്നേ ഉള്ള ക്യാപ്റ്റനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുടയുമായിരുന്നു. അത് ഏത് ക്യാപ്റ്റനാണെന്ന് ചോദിക്കുന്നത്, അത് ആദിലയാന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ അതേ കണക്കായിരിക്കും, പക്ഷേ നിവിൻ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളം എടുത്തൊഴിച്ചത് തെറ്റാണ് എന്ന് ആര്യൻ പറയുന്നു. ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്താൻ ബിഗ് ബോസ് ആരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഒന്നുകിൽ പട്ടി കുരയ്ക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് പറയും, അല്ലേ? അങ്ങനെയല്ലേ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുന്നതെന്ന് ചോദിക്കുന്നത്. എന്താണ് സാവു മോനെ, അങ്ങനെ വെള്ളം ഒഴിക്കാൻ പാടില്ലെന്ന് അറിയത്തില്ലേ, എന്താ റിയാക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. അത് ആരും വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് സാവുമോൻ പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ആരും റിയാക്ട് ചെയ്തില്ല. ആദില ഇങ്ങനെ മുഖത്ത് വെള്ളം എടുത്തൊഴിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ആദില പറഞ്ഞത് ഞാൻ ഇങ്ങനെ കോരി ഒഴിച്ചിട്ടില്ല ലാലേട്ട, ചെറുതായിട്ട്, അതും ഓക്കെ ആണെന്ന് തോന്നുന്നവരുടെ മുഖത്ത് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ടുണ്ട്, അനിമോടെ ഷാനാസിക്കട അങ്ങനെ, അല്ലാതെ ഞാനിങ്ങനെ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ മൊത്തത്തിലെടുത്ത് ഒഴിച്ചിട്ടൊന്നും ഇല്ല ലാലേട്ടാന്ന് ആദില പറഞ്ഞു. അക്ബറൊക്കെ ഉള്ളതല്ലേ, എന്താണ് അത് ലാലേട്ട, മുഖത്ത് വെള്ളം ഒഴിക്കുന്നത് ഇവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ വെള്ളം ഒഴിച്ചത് തെറ്റാണ്, ഞാനത് നിവിനോട് പറയുകയും ചെയ്തു. നിവിൻ, നീ അങ്ങനെ അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതൊക്കെ തെറ്റാണ്, അതിന് വരുന്ന ഭവിഷ്യത്തുകൾ നീ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നു. അതെ, അത് നിവിൻ തന്നെ അനുഭവിക്കണം എന്ന് ലാലേട്ടൻ പറയുന്നു. അത് അവൻ്റെ തീരുമാനമാണ് ലാലേട്ട, ഓൾറെഡി ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ലാലേട്ടൻ അനീഷിനെ വിളിക്കുന്നത്. അപ്പോൾ അനീഷിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.